നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് സദ്ഭാവന സ്കീമിനെ കുറിച്ചാണ്. ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമി ടോപ്പാപീർ വില്ലേജ്, അത് പൂഞ്ച് ഡിസ്ട്രിക്റ്റിൽ, ജമ്മു കാശ്മീരിലെ പൂഞ്ച് ഡിസ്ട്രിക്റ്റിലെ ഒരു വില്ലേജ് ആണ് ടോപ്പാപീർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ആർമി അതൊരു മോഡൽ വില്ലേജ് ആയിട്ട്, സദ്ഭാവന സ്കീമിന്റെ കീഴിൽ വരുന്ന ഒരു മോഡൽ വില്ലേജ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഓപ്പറേഷൻ സദ്ഭാവന എന്ന് പറയുന്നത് ഗുഡ് വിൽ എന്നാണ് ആ സദ്ഭാവന എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതൊരു യുണീക് ഹ്യൂമൈൻ ഇനിഷ്യേറ്റീവ് ആണ്. ഇന്ത്യൻ ആർമിയുടെ കീഴിൽ ജമ്മു കാശ്മീരിലാണ് വരുന്നത്. ഇത് ഈ ടെററിസം അഫക്ട് ചെയ്തിരിക്കുന്ന ലഡാക്കിലേക്ക് ആൾക്കാരെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ്. സോ ഇതിന്റെ കീഴിൽ ഒരു മൾട്ടിപ്പിൾ വെൽഫെയർ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അതായത് റണ്ണിങ് ഓഫ് ആർമി ഗുഡ് വിൽ സ്കൂൾസ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് കൊണ്ടുവരും. എഡ്യൂക്കേഷണൽ ടൂൾസ് ചിൽഡ്രൻസിന്, അതായത് ഈ റിമോട്ട് ഏരിയാസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക്, ലഡാക്കിലെ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ലഡാക്കിലെ റിമോട്ട് ഏരിയാസിലായിട്ട് ജീവിക്കുന്ന കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ടൂൾസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സദ്ഭാവന സ്കീമിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ എത്തിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇത് വന്നത്. നോക്കാം. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് വേൾഡ് കോർട്ട് എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. ഇതൊരു പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഓർഗൻ ആണ്, UN ആണ്, യുണൈറ്റഡ് നേഷൻസിന്റെ ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് ജൂൺ 1945 ബൈ ദ ചാർട്ടർ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. പിന്നെ വർക്ക് ബിഗെയിൻ ചെയ്തത് ഏപ്രിൽ 1946 അപ്പോ ഈ കോർട്ട് എവിടെയാണെന്ന് വെച്ചാൽ പീസ് പ്ലേസ് ഇൻ ദ ഹോഗ്, നെതർലാൻഡ്സിലാണ്. നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ആണുള്ളത്. അതിൽ ഒരെണ്ണം മാത്രമാണ് ന്യൂയോർക്കിലല്ലാതെ മറ്റൊരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ICJയുടെ ഹിയറിംഗ് എന്ന് പറയുന്നത് എപ്പോഴും പബ്ലിക് ആയിരിക്കും. ഫ്രഞ്ചും ഇംഗ്ലീഷും ആണ് കോർട്ടിൽ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നാഷണൽ കലാ ഉത്സവം. അപ്പൊ ഇതൊരു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിൽ വരുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അതായത് എഡ്യൂക്കേഷന്റെ ഫീൽഡിൽ ആർട്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അതുപോലെ സ്കൂൾ സ്റ്റുഡൻസിൽ ടാലൻസ് ഡെവലപ്പ് ചെയ്യുക, അവരെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ്. സോ നർച്ചർ ആൻഡ് ഷോക്കേസ് ആർട്ടിസ്റ്റിക് ടാലന്റ് സ്കൂൾ സ്റ്റുഡൻസിന്റെ ആർട്ടിസ്റ്റിക് ടാലന്റും ഒക്കെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. കൺട്രിയിലെ സെക്കൻഡറി സ്റ്റേജിൽ വരുന്ന സ്റ്റുഡൻസിനെയാണ് ഇത് മുഴുവനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സെർവവാക്. ഇപ്പൊ സെർവവാക് എന്ന് പറയുന്നത് പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുമായിട്ട് ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു വാക്സിൻ ആണ്. ഇതൊരു HPV വാക്സിൻ ആണ്. ഇത് 2 ഡോസസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം 2 ഡോസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നമ്മുടെ ബോഡിയിൽ ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ്, കൺവെൻഷൻ ഓൺ ദി പ്രിവെൻഷൻ ആൻഡ് പണിഷ്മെന്റ് ഓഫ് ദി ക്രൈം ഓഫ് ജീനോസൈഡ് 1948. അപ്പോ ഇത് ജീനോസൈഡ് കൺവെൻഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് ജീനോസൈഡ് എന്ന് പറയുന്ന ഒരു ക്രൈം ആയിട്ട് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഒരു ഇന്റർനാഷണൽ ലോയിൽ ഇതൊരു ക്രൈം ആയിട്ട് ഉൾപ്പെടുത്തുന്നത് ഈ കൺവെൻഷൻ ഓൺ ദ പ്രിവെൻഷൻ ആൻഡ് പണിഷ്മെന്റ് ഓഫ് ദി ക്രൈം ഓഫ് ജീനോസൈഡ് 1948 ആണ്. സോ ഇത് ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ് ട്രീറ്റി ആണ്. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയാണ് ഇത് അഡോപ്റ്റ് ചെയ്തത് 9th December 1948. സോ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ നെവർ അഗെയിൻ എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരാൻ ഇത് സിഗ്നിഫൈ ചെയ്തു. സെക്കൻഡ് വേൾഡ് വാർ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കൺവെൻഷൻ നടക്കുന്നത്. ഈ കൺവെൻഷൻ ജീനോസൈഡിനെ ഒരു നമ്മുടെ ഒരു ഡിസ്ട്രോയർ ആയിട്ടാണ് കണ്ടത്. അതായത് നാഷണൽ എത്നിക്കൽ റേഷ്യൽ ആൻഡ് റിലീജിയസ് ഗ്രൂപ്പിന്റെ ഒരു ഡിസ്ട്രോയർ ആണ് ജീനോസൈഡ് എന്നുള്ള ഒരു ഇതിലാണ് അവർ എത്തിച്ചേർന്നത്. നെക്സ്റ്റ്, ഉത്തരാഖണ്ഡ് ലൈക്ലി ടു ബി ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് UCC. UCC എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് ആണ്. അപ്പൊ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സൊസൈറ്റിയിലെ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റിലീജിയൻ എല്ലാ സെക്ഷൻസിനും നാഷണൽ സിവിൽ കോഡിന്റെ അണ്ടറിൽ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അവരെല്ലാം യൂണിഫോംലി ഈ ലോ എല്ലാം അവർക്ക് അപ്ലിക്കബിൾ ആക്കുക. അതാണ് യൂണിഫോം സിവിൽ കോഡ്. അത് ഉത്തരാഖണ്ഡാണ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 44 DPSPയിലെ ആർട്ടിക്കിൾ 44 അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 4 വരുന്നത്. അതിലാണ് ഇത് പറയുന്നത്, അതായത് UCC കുറിച്ച് പറയുന്നത്.
അതിലിങ്ങനെ പറയുന്നുണ്ട് ദ സ്റ്റേറ്റ് ഷാൾ എൻഡവർ ടു സെക്യൂർ ഫോർ ദ സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയുടെ ടെറിട്ടറിയിൽ ത്രൂ ഔട്ട് ആയിട്ട് സിറ്റിസൺസിന്റെ ഇടയിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ബൊഖാലി ബിഹു. ബൊഖാലി ബിഹുവിന് വേറെ കുറെ പേരുകളുണ്ട്. മഗ് ബിഹു, മഗർ ദമാഹി എന്നൊക്കെ പറയും. ഇത് അസാമിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഉള്ള ഒരു ഫെസ്റ്റിവൽ ആണ്, സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ്. ഇത് ഹാർവെസ്റ്റിംഗ് സീസണിന്റെ എൻഡിനെയാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. ആ സമയത്താണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. മന്ത് ഓഫ് മഗ്, അവിടെ മഗ് എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി ആ ഒരു ടൈമാണ്. അപ്പൊ നമ്മുടെ മകരസംക്രാന്തിയായിട്ട് മകരസംക്രാന്തിയുടെ ഒരു റിലേറ്റഡ് ഫെസ്റ്റിവൽ ആണ് അത്. ഇതിന്റെ ഒരു റീജിയണൽ വേരിയൻസ് ആണ് ബൊഖാലി ബിഹു എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് പ്രധാനമന്ത്രി ജൻജതി ആദിവാസി ന്യായ് മഹാ അഭിയാൻ, PM ജൻമാൻ എന്ന് പറയും. ഇപ്പൊ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ കീഴിലാണ് ഇത് വരുന്നത്. ഈ സ്കീം എന്ന് പറയുന്നത് വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പിന്, പർട്ടിക്കുലർലി വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ് എടുത്ത് അവരുടെ ചാലഞ്ചസും പുതിയ ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ കൊണ്ടുവന്ന് അവരെ കുറച്ചും കൂടെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ദ ഡിവൈസസ് ദാറ്റ് ട്രാൻസ്ലേറ്റ് ക്വാണ്ടം ഇഫക്ട്സ് ടു കമ്പ്യൂട്ടിംഗ് ഔസംസ്. ഇപ്പം ക്വാണ്ടം ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് ആണ് ക്വാണ്ടം ഇഫക്റ്റിനെ കമ്പ്യൂട്ടിംഗ് ഔസംസ് ആക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ട്, അത് വായിച്ചിരിക്കാം. ഇപ്പോ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ ക്വാണ്ടം ഗേറ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാനുള്ള ഒരു ക്യൂബിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ആ ഒരു പിക്ചർ ക്വാണ്ടം ഗേറ്റിന്റെ. 2023 റെക്കോർഡ്സ് മെനി ഓഫ് ദി ഹോട്ടസ്റ്റ് ഡേയ്സ് ഓൺ ലാൻഡ് ആൻഡ് സീ. കടലിലാണെങ്കിലും കരയിലാണെങ്കിലും വളരെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഡേയ്സ് റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു വർഷമാണ് 2023. നമ്മുടെ ഗ്ലോബൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുകയാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയാണിത്. അപ്പോൾ ദ ഇയർ 2023 എന്ന് പറയുന്നത് ഹോട്ടസ്റ്റ് ഓൺ റെക്കോർഡാണ്. അതായത് കഴിഞ്ഞ 1 lakh ഇയേഴ്സ് ആയിട്ട് ഏറ്റവും കൂടുതൽ വാമസ്റ്റ് ആയിട്ടുള്ള ഡേയ്സ് റെക്കോർഡ് ചെയ്യപ്പെട്ടത് 2023 അത് പറഞ്ഞത് യൂറോപ്യൻ യൂണിയന്റെ കോർപ്പനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ചൈന ഇവിടെയൊക്കെയാണ് കൂടുതലുമായിട്ടും ഈ ഹീറ്റ് കൂടിയ റീജിയൻസ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്ലോബൽ സർജറി, വൈ ആക്സസ് ടു എസെൻഷ്യൽ സർജറി ഇസ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ പേപ്പറിലുണ്ട് ഗ്ലോബൽ സർജറി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. എന്തുകൊണ്ടാണ് അത് ഇത്ര ഇമ്പോർട്ടന്റ് ആകുന്നത് എന്നാണ് അതിന്റെ ഒരു ഹെഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഗ്ലോബൽ സർജറി എന്താണെന്നുള്ളത് അറിയണം. ഗ്ലോബൽ സർജറി എന്ന് പറയുന്നത് എമർജൻസി ആൻഡ് എസെൻഷ്യൽ സർജറി എല്ലാവർക്കും ഇക്വിറ്റബിൾ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഗ്ലോബൽ സർജറി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇത് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിനെയാണ് പ്രിഡോമിനന്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. കൂടാതെ ഹൈ ഇൻകം കൺട്രീസിൽ തന്നെ അൺഡിസേർവ്ഡ് ആയിട്ടുള്ള ചില പോപ്പുലേഷൻസും ഉണ്ടാവും, അവരും ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇക്വിറ്റബിൾ ആയിട്ട് എല്ലാവർക്കും എമർജൻസി എസെൻഷ്യൽ സർജറിയിലേക്ക് ഒരു ആക്സസ് കിട്ടുക എന്നുള്ളത്. സോ ഇന്ന് ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.